യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ജൂൺ 3 നടക്കാനിരിക്കെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പുനലൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് നോമിനേഷൻ നൽകിയ 2 നേതാക്കളുടെ പത്രിക തള്ളി. സംസ്ഥാനത്ത് 71 പേർ നോമിനേഷൻ നൽകിയതിൽ ഈ 2 പത്രികകൾ മാത്രമാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളപ്പെട്ടത്. യൂത്ത് കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് മുൻ പ്രസിഡന്റ് CJ ഷോമിന്റെയും വൈസ് പ്രസിഡന്റ് G ജയപ്രകാശിന്റെയും പത്രികയാണ് തള്ളിയത്. ക്രിമിനൽ കേസിൽ പ്രതിയായതിന്റെ പേരിലാണ് ഷോമിന്റെ പത്രിക തള്ളിയതെന്ന് അറിയുന്നു. 2010-ൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കാനെത്തിയ കോൺഗ്രസ് സംഘത്തെ തടഞ്ഞ അഞ്ചൽ CI സാജുവിന്റെ തല അടിച്ചുപൊട്ടിച്ച കേസാണിത്. മൂന്നാം പ്രതിയായ ഷോമിനെതിരെ IPC 307 വകുപ്പ് പ്രകാരമാണ് കേസ്. ഈ കേസിൽ ഒന്നാം പ്രതി കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് ഏരൂർ സുഭാഷാണ്. പ്രായപരിധി കടന്നതിനാലാണ് ജയപ്രകാശിന്റെ പത്രിക തള്ളിയത്. 35 വയസ്സാണ് മത്സരത്തിനുള്ള പ്രായപരിധി. നോമിനേഷനൊപ്പം നൽകിയ പ്രായം തെളിയിക്കുന്ന രേഖയിൽ സ്ഥാനാർത്ഥി കൃത്രിമം കാട്ടിയിരുന്നുവത്രേ. അയോഗ്യത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇരുവരെയും ബൂത്ത് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു. പുനലൂർ, പത്തനാപുരം, ചടയമംഗലം നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി ആകെ 3 പേരാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് നോമിനേഷൻ നൽകിയിരുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാനാണ് മൂന്നാമൻ. 2 പേരുടെ പത്രിക തള്ളിയ സ്ഥിതിക്ക് കിഴക്കൻ മേഖലയിലെ ഈ 3 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി സഞ്ജയ് ഖാൻ മാത്രമാണ് മത്സരരംഗത്തുള്ളത്. ഐസ്ക്രീമാണ് സഞ്ജയ് ഖാന്റെ ചിഹ്നം. 6-നാണ് ഫലം വരിക. ന്യൂസ് ബ്യൂറോ, പുനലൂർ.